പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് ആദ്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ എല്ലാ ട്രാൻസാക്ഷൻസും ഒറ്റ ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമാണ്. ഈ പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി ജേണൽ എന്ന് പറയുന്ന ബുക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കുറേ ബുക്കുകളാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോ ബുക്കിനെയും പറയുന്ന പേരാണ് സ്പെഷ്യൽ ജേണൽസ്. സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഏതൊക്കെയായിരുന്നു സ്പെഷ്യൽ ജേണൽസ്? ക്യാഷ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. 6 ബുക്കുകളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇതിൽ ക്യാഷ് ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഇതിലെ ക്യാഷ് ബുക്ക് തന്നെ 3 തരത്തിൽ വരുന്നുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനമായിട്ടും 2 തരം റെസിപ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ക്യാഷ് റെസിപ്റ്റ്, മറ്റൊന്ന് റെസിപ്റ്റ് ത്രൂ ബാങ്ക്. അതുപോലെ തന്നെ 2 തരം പേയ്മെൻറ്റുകൾ വരുന്നുണ്ട്. ക്യാഷ് പേയ്മെൻറ്റും പേയ്മെൻറ്റ് ബൈ ചെക്കും. ഇപ്പോൾ ക്യാഷായിട്ട് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. റെസിപ്റ്റ് ത്രൂ ബാങ്ക് ആണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഡിക്രീസ് ചെയ്യും. പേയ്മെൻറ്റ് ബൈ ചെക്ക് ആണെങ്കിൽ ബാങ്കിൽ നിന്നാണ് ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് പോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. When the number of bank transactions is large, it is convenient to have a separate amount column for bank transactions in the cash book. ക്യാഷ് ട്രാൻസാക്ഷൻസ് പോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസും കൂടുതൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും 2 വീതം എമൗണ്ട് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് സൈഡിലെ ഒരു എമൗണ്ട് കോളത്തിൽ ക്യാഷ് റെസിപ്റ്റുകൾ രേഖപ്പെടുത്തും. ദെൻ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ റെസിപ്റ്റ് ത്രൂ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് വഴിയാണ് റെസിപ്റ്റ് കിട്ടുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തുന്നു. പേയ്മെന്റ് സൈഡിൽ ക്യാഷ് പേയ്മെന്റ് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകം എമൗണ്ട് കോളുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് ബൈ ചെക്ക് ആണെങ്കിൽ പേയ്മെന്റ് പോകുന്നത് ബാങ്കിൽ നിന്നാണെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകം എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ 2 വീതം എമൗണ്ട് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. In this type of cash book, there are 2 amount columns on each side of the cash book. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് നമ്മൾ മറ്റ് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. ഈ സമയത്ത് യൂസ് ചെയ്യുന്ന 2 ഡോക്യുമെൻറ്റുകളാണ് ഇനി പരിചയപ്പെടുന്നത്. ആദ്യം പേയിൻ സ്ലിപ്പ്. പേയിൻ സ്ലിപ്പ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷോ ചെക്കോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് പേയിൻ സ്ലിപ്പ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡേറ്റ്, ഏത് അക്കൗണ്ടിലേക്കാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിൻ്റെ നമ്പർ, എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഡെപ്പോസിറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഈ പേയിൻ സ്ലിപ്പ് പ്രധാനമായിട്ടും ഫില്ല് ചെയ്യേണ്ടത്. ഈ പേയിൻ സ്ലിപ്പ് തയ്യാറാക്കി ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കൗണ്ടർ ഫോയിൽ നമുക്ക് തിരിച്ചു കിട്ടും. ആ കൗണ്ടർ ഫോയിലിനെ നമുക്കൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആ ഡെപ്പോസിറ്റ് ചെയ്തതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ആ കൗണ്ടർ ഫോയിലിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് ചെക്ക്. ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ചെക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യും. ബ്ലാങ്ക് ചെക്ക് ലീഫുകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്കൊരു ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഡോക്യുമെൻ്റ് യൂസ് ചെയ്യാം? ചെക്ക് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് യൂസ് ചെയ്യാം. ഒരു ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആ ക്രെഡിറ്ററുടെ പേര്, ദെൻ എമൗണ്ട്, ദെൻ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ ആ അക്കൗണ്ട് ഹോൾഡറുടെ സിഗ്നേച്ചറും ആ ചെക്കിൽ നമ്മൾ ഇട്ടിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത്രയും പണം കളക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്രധാനമായിട്ടും 2 ഡോക്യുമെൻറ്റുകളാണ്. ഒന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പേ സ്ലിപ്പ് ഉപയോഗിക്കുന്നു. ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുന്നതിന് അല്ലെങ്കിൽ സെൽഫ് ഡ്രോയിങ്സിന് വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം? ചെക്ക് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റും യൂസ് ചെയ്യാം. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിനും നൽകിയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ് കാണുന്നത്?
ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളങ്ങൾ വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, റെസിപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ദെൻ ക്യാഷ് റെസിപ്റ്റുകൾ രേഖപ്പെടുത്താനും ബാങ്ക് റെസിപ്റ്റുകൾ രേഖപ്പെടുത്താനും പ്രത്യേകം കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെന്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് പേയ്മെന്റും ബാങ്ക് പേയ്മെന്റും രേഖപ്പെടുത്താൻ പ്രത്യേകം കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും രേഖപ്പെടുത്തണം, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്കും രേഖപ്പെടുത്തണം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഏതെങ്കിലും സാഹചര്യത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് പിൻവലിച്ച ഒരു സാഹചര്യമാണ് ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്നതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ അതിനുശേഷം റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. ഇനി ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് ക്യാഷ് റെസിപ്റ്റ് രേഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ക്യാഷ് പേയ്മെന്റ് രേഖപ്പെടുത്തുന്നത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. ക്യാഷ് റെസിപ്റ്റുകൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്. ദെൻ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്. ദെൻ റെക്കോർഡിംഗ് ഓഫ് റെസിപ്റ്റ്സ് ത്രൂ ബാങ്ക് ആൻഡ് പേയ്മെന്റ്സ് ബൈ ചെക്ക്. നമുക്ക് തരാനുള്ള ക്യാഷ് ഒരു കസ്റ്റമർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാഷ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. നമ്മുടെ കയ്യിൽ ക്യാഷ് വർദ്ധിക്കുന്നില്ല, അതിന് പകരം ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിലും റെസിപ്റ്റ് രേഖപ്പെടുത്തേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്, എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ദെൻ പേയ്മെന്റ് നടത്തുന്നത് ക്യാഷ് പേയ്മെന്റ് അല്ല, ചെക്ക് പേയ്മെന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പോകുന്നില്ല, ക്യാഷ് പേയ്മെന്റ് അല്ല നടത്തുന്നത്. പകരം ആ ചെക്കിലുള്ള എമൗണ്ട് എവിടെ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പോൾ പേയ്മെന്റ് ബൈ ചെക്ക് ആണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്, എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ദെൻ ക്യാഷ് ബുക്കിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ട്രാൻസാക്ഷൻസ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ഇൻ ഹാൻഡ് ഡിക്രീസ് ചെയ്യും, ക്യാഷ് അറ്റ് ബാങ്ക് ഇൻക്രീസ് ചെയ്യും. എന്താണ് ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ. ബാങ്കിൽ നിന്നും ക്യാഷ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തു. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ഇൻക്രീസ് ചെയ്യും, ക്യാഷ് അറ്റ് ബാങ്ക് ഡിക്രീസ് ചെയ്യും. എന്താണ് ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പൊ ഈ 2 ട്രാൻസാക്ഷനും ഒരേ സമയം റെസിപ്റ്റ് ആണ്, അതേസമയം അത് പേയ്മെന്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ അത് ക്യാഷ് കൂടുന്നു എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ആ എമൗണ്ട് രേഖപ്പെടുത്തണം. അതേസമയം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നു, ക്യാഷിൽ നിന്നാണ് ആ പേയ്മെന്റ് പോകുന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ അതല്ലെങ്കിൽ പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിലും ആ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടി വരുന്നു. ദെൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ആണെങ്കിലോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വർദ്ധിക്കും, അതൊരു റെസിപ്റ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ അതല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തണം. അതേസമയം ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് പേയ്മെന്റ് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത്രയും എമൗണ്ട് കുറയുന്നു. അപ്പോൾ അത് പേയ്മെന്റ് സൈഡിലും രേഖപ്പെടുത്തണം. പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ഒരേ സമയം ക്യാഷിനെയും ബാങ്കിനെയും അഫക്റ്റ് ചെയ്യുന്ന എൻട്രികളെ പറയുന്ന പേരാണ് കോൺട്രാ എൻട്രി. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ബാങ്ക്. ഒരേ സമയം ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. ഇതിൽ ഓരോ ട്രാൻസാക്ഷൻസും എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലാണ് ക്യാഷ് കൂടുന്നത്, അല്ലെ? ഡെപ്പോസിറ്റ് ആണ് കൂടുന്നത്, ക്യാഷ് ഇൻ ഹാൻഡ് കുറയുന്നു. ഡെപ്പോസിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കൂടുകയാണ് ചെയ്യുന്നത്. റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതണം. ഇതേ സമയം ക്യാഷ് ഇൻ ഹാൻഡ് കുറയുന്നു, ക്യാഷിൽ നിന്നാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അത് പേയ്മെന്റ് സൈഡിലും രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് കോളത്തിലാണ്, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് ബാങ്ക് എന്നാണ്. ദെൻ ഇതൊരു കോൺട്രാ എൻട്രി ആണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ദ ആൽഫബറ്റ് C ഈസ് റിട്ടേൺ ഇൻ ലെഡ്ജർ ഫോളിയോ കോളം ഓൺ ബോത്ത് ദ സൈഡ്സ്.
ഇപ്പോൾ രണ്ട് സൈഡിലും ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് രേഖപ്പെടുത്തണം. സി സ്റ്റാൻഡ്സ് ഫോർ കോൺട്ര. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റിംഗ് വരികയാണെങ്കിൽ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് രേഖപ്പെടുത്തണം. സി എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് ഇസ് എ കോൺട്ര എൻട്രി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു. ക്യാഷ് ഇൻ ഹാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതൊരു റെസിപ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് എന്ന് എഴുതണം. ദെൻ ഇവിടെ നിന്നാണ് ആ പൈസ കുറയുന്നത്. എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്, അല്ലെ? ബാങ്കിൽ നിന്നാണ് അത്രയും ക്യാഷ് കുറയുന്നത്. പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തണം. ഇതും ഒരു കോൺട്ര എൻട്രി ആണ്. അതുകൊണ്ട് ഇവിടെയും എന്ത് സൂചിപ്പിക്കണം? ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് രേഖപ്പെടുത്തണം. അപ്പൊ എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് മെസേഴ്സ് ടൂൾസ് ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2017. 2017 സെപ്റ്റംബർ മാസത്തെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 1 ബാങ്ക് ബാലൻസ് 42,000. ദെൻ സെയിം ഡേറ്റിൽ തന്നെ ക്യാഷ് ബാലൻസ് 15,000. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് 12,000. സെയിൽസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 6,000. പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക് റുപ്പീസ് 5,500. സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് സെയിം ഡേ റുപ്പീസ് 4,500. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മൃദുല ബൈ ക്യാഷ് റുപ്പീസ് 17,400. പർച്ചേസ്ഡ് സ്റ്റേഷനറി ബൈ ചെക്ക് റുപ്പീസ് 1,100. ചെക്ക് ഗിവൺ ടു രോഹിത് റുപ്പീസ് 1,500. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് റുപ്പീസ് 10,000. Then rent paid by check rupees 2,500 and paid salary rupees 3,500. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും പ്രത്യേകം പരിശോധിക്കാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. റെസിപ്റ്റ് സൈഡിൽ ഡേറ്റ്, റെസിപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് റെസിപ്റ്റ് എഴുതാൻ ഒരു കോളം ഉണ്ട്, ബാങ്ക് റെസിപ്റ്റുകൾ എഴുതാൻ ഒരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് സൈഡിലും ഡേറ്റ്, പേയ്മെന്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് പേയ്മെന്റുകൾ രേഖപ്പെടുത്താനുള്ള ഒരു എമൗണ്ട് കോളം, അത് കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു എമൗണ്ട് കോളം. ദെൻ ഈ ക്യാഷ് ബുക്കിൽ എന്താണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്? ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ഡേറ്റ് എഴുതി, ദെൻ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാഷ് കോളത്തിൽ 15,000, ബാങ്ക് കോളത്തിൽ 42,000. ക്യാഷ് ബാലൻസ് എല്ലായ്പ്പോഴും ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. ബാങ്ക് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതാണ് ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബൈ ചാൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്ത ഒരു സാഹചര്യമാണുള്ളതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ ഡെപ്പോസിറ്റ് ആണെങ്കിലാണ് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഡെപ്പോസിറ്റ് ആണ് 42,000. അതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് റുപ്പീസ് 12,000. ഗുഡ്സ് വാങ്ങി ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പേയ്മെന്റ് നടത്തുന്നില്ല. പകരം എവിടെ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്? നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. ഇറ്റ് ഈസ് എ പേയ്മെന്റ്. ഇപ്പോൾ പേയ്മെന്റ് സൈഡിലാണ് എഴുതേണ്ടത് പർച്ചേസസ്. എമൗണ്ട് എഴുതേണ്ടത് ഏത് കോളത്തിലാണ്? ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ ക്യാഷ് കോളത്തിലും, ചെക്ക് പേയ്മെന്റ് ആണെങ്കിൽ ബാങ്ക് കോളത്തിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതൊരു ചെക്ക് പേയ്മെന്റ് ആണ്. ചെക്കാണ് കൊടുത്തിരിക്കുന്നത്, ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്, ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 6,000. ഗുഡ്സ് വിറ്റു, ക്യാഷ് കിട്ടി. ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. ക്യാഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്, ഡേറ്റ്, ദെൻ സെയിൽസ്, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിൽ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക് റുപ്പീസ് 5,500. 5,500 രൂപയുടെ മെഷീനറി വാങ്ങി. ചെക്കാണ് നമ്മൾ
കൊടുത്തിട്ടുള്ളത്. പേയ്മെന്റ് പോകുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. ഇറ്റ് ഈസ് എ പേയ്മെന്റ്. ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. മെഷീനറി ആണ് വാങ്ങിയിട്ടുള്ളത്. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിൽ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് സെയിം ഡേ ₹4,500. 4,500 രൂപയുടെ ഗുഡ്സ് ഒരു കസ്റ്റമർക്ക് വിറ്റു. ക്യാഷ് അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചെക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ ചെക്ക് 16-ാം തീയതി തന്നെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 4,500 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വർദ്ധിക്കും. അപ്പോൾ അതൊരു റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് സെയിൽസ്. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മൃദുല ബൈ ക്യാഷ് ₹17,400. 17,400 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് പേയ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. പേയ്മെന്റ് സൈഡിൽ രേഖപ്പെടുത്തണം പർച്ചേസസ്. എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിൽ. ദെൻ പർച്ചേസ്ഡ് സ്റ്റേഷനറി ബൈ ചെക്ക് ₹1,100. 1,100 രൂപയുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ പേയ്മെന്റ്. സ്റ്റേഷനറി പേയ്മെന്റ് പോകുന്നത് ബാങ്കിൽ നിന്നാണ്. ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ചെക്ക് ഗിവൺ ടു രോഹിത് ₹1,500. രോഹിത് നമ്മളുടെ ഒരു ക്രെഡിറ്റർ ആണ്. ആ ക്രെഡിറ്റർക്ക് 1,500 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പേയ്മെന്റ്. രോഹിത്. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹10,000. ബാങ്കിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്തു. ബാങ്കും ക്യാഷും വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. 10,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റെസിപ്റ്റ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലെ റെസിപ്റ്റ് കോളത്തിൽ 10,000 രേഖപ്പെടുത്തണം. ഡേറ്റ് എഴുതി പർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്ന് രേഖപ്പെടുത്തണം. അതേസമയം ബാങ്കിൽ നിന്ന് 10,000 രൂപ പേയ്മെന്റ് പോയിട്ടുണ്ട് അല്ലെ. ബാങ്കിൽ നിന്ന് 10,000 രൂപ കുറയും. ആ എമൗണ്ട് ആണ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേയ്മെന്റ് സൈഡിലും രേഖപ്പെടുത്തണം. ഏത് കോളത്തിൽ രേഖപ്പെടുത്തണം? ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതണം. അപ്പോൾ ബാങ്കിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്തു. അത് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തു. ക്യാഷ് കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ദെൻ ബാങ്കിൽ നിന്ന് അത്രയും രൂപ കുറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ പേയ്മെന്റ്. അപ്പോൾ പേയ്മെന്റ് സൈഡിലും രേഖപ്പെടുത്തണം. ഏത് കോളത്തിലാണ്? ബാങ്ക് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഇതൊരു കോൺട്രാ എൻട്രി ആണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സി എന്ന് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തണം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. റെന്റ് പെയ്ഡ് ബൈ ചെക്ക് ₹2,500. 2,500 രൂപ റെന്റ് കൊടുത്തു ബൈ ചെക്ക്. ചെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പേയ്മെന്റ് ആണ്. റെന്റ് എന്ന് എഴുതണം. പേയ്മെന്റ് പോകുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. 2,500. ദെൻ പെയ്ഡ് സാലറി ₹3,500. 3,500 രൂപ സാലറി പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ക്യാഷ് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സൈഡിൽ എഴുതണം സാലറി. ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത്. ഇനി ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് കോളം ബാലൻസ് ചെയ്യാം. ക്യാഷ് കോളത്തിൽ എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് 31,000 ആണ്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 20,900. അപ്പോൾ 31,000 ആണ് ടോട്ടലായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും. എത്ര ബാലൻസ് വരും? 31,000-ൽ നിന്ന് 20,900 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് 10,100. അത് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് 30/9/2017. ബാലൻസ് ക്യാരി ഡൗൺ. ഇനി ബാങ്ക് കോളം ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 46,500. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 32,600. ഇപ്പോൾ 46,500 ആണ് വലിയ എമൗണ്ട്. അത് ടോട്ടലായിട്ട് രേഖപ്പെടുത്തണം. ഇവിടെയും ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ബാലൻസ് വരുന്നത് 13,900. 46,500-ൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്യുമ്പോഴാണ് 13,900 നമുക്ക് കിട്ടുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. ആ സാഹചര്യത്തെയാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. റെസിപ്റ്റിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് വരികയാണ് അല്ലെ. ബാങ്ക് കോളത്തിൽ വരുന്ന റെസിപ്റ്റിനേക്കാളും കൂടുതൽ പേയ്മെന്റ് ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ആ സാഹചര്യത്തെയാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ
ആ ടോട്ടലാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. എന്നെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക്, അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഓവർ ഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഈ പ്രോബ്ലത്തിൽ രണ്ട് ടോട്ടലും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്കും ഇത് അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. 1/10/2017 ബാലൻസ് ബ്രോഡ് ഡൗൺ 10,100 ആൻഡ് 13,900. എങ്ങനെയാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത്? ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ജേണലാണ്. ജേണലിൽ നിന്ന് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് തയ്യാറാക്കിയതെങ്കിൽ പിന്നീട് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും പ്രത്യേകം തയ്യാറാക്കേണ്ടതില്ല. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒഴികെയുള്ള മറ്റ് അക്കൗണ്ടുകളിലേക്കെല്ലാം ഇതിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്യാഷ് ബുക്കാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നോക്കുക. അപ്പോൾ ആദ്യം സെയിൽസ് വരുന്നുണ്ട് അല്ലേ, 2 സെയിൽസ് വരുന്നുണ്ട്. അതൊന്ന് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്, മറ്റൊന്ന് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ബാങ്കിലാണ്. ഇത് രണ്ടും പോസ്റ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. രണ്ടാമത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഇത് രണ്ടും സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ ക്യാഷ് ആയിട്ട് കിട്ടിയത് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം 6,000. ബാങ്കിലാണ് റെസിപ്റ്റ് കിട്ടിയതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം എമൗണ്ട് 4,500. ഇപ്പൊ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലെ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റെസ്പെക്റ്റീവ് അക്കൗണ്ടുകളുടെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റിംഗ് പോകുന്നത്. ഇനി വരുന്ന ട്രാൻസാക്ഷൻ ബാങ്കിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്തതാണ്. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതില്ല. എന്താണ് കാരണം? ഈ ക്യാഷ് ബുക്ക് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം വരുന്നത് പർച്ചേസസ് ആണ്. ദെൻ പേയ്മെന്റ് സൈഡിൽ ഒരു പർച്ചേസ് കൂടി വരുന്നുണ്ട്. മൂന്നാമതായിട്ട് 17/9 പർച്ചേസസ്. ഈ രണ്ടും പർച്ചേസസ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി വരുന്നത്, ഒന്നാമത്തെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസസ് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസസ് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഈ രണ്ട് ട്രാൻസാക്ഷനും പോസ്റ്റ് ചെയ്യേണ്ടത് പർച്ചേസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ആദ്യം ഡേറ്റ് എഴുതി, ബാങ്ക് വഴി പേയ്മെന്റ് നടത്തുമ്പോൾ പർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്ന് എഴുതി. ദെൻ ക്യാഷ് പേയ്മെന്റ് നടത്തിയപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി 17,400. ഇപ്പോൾ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലെ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ റെസ്പെക്റ്റീവ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റിംഗ് വരുന്നത്. ഇതുപോലെ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള സ്റ്റേഷനറി അക്കൗണ്ടിലേക്കും രോഹിത്, റെന്റ്, സാലറി ഇത്രയും അക്കൗണ്ടിലേക്കും ഏത് സൈഡിലേക്ക് പോസ്റ്റിംഗ് പോകും? ഡെബിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റിംഗ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്താണ്? ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വരുന്നുണ്ട്. ക്യാഷ് റെസിപ്റ്റുകളും ബാങ്ക് റെസിപ്റ്റുകളും എഴുതാൻ പ്രത്യേകം കോളങ്ങൾ വരുന്നുണ്ട്. ദെൻ ക്യാഷ് പേയ്മെന്റും ബാങ്ക് പേയ്മെന്റുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പേയ്മെന്റ് സൈഡിലും പ്രത്യേകം എമൗണ്ട് കോളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാഷ് ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ജേണലാണ്, അതേസമയം അത് ക്യാഷ് അക്കൗണ്ടിന്റെയും ബാങ്ക് അക്കൗണ്ടിന്റെയും ഫീച്ചേഴ്സും നൽകുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ബുക്ക് ഡബിൾ കോളാണ് തയ്യാറാക്കിയതെങ്കിൽ പിന്നീട് നമ്മൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും പ്രത്യേകം തയ്യാറാക്കേണ്ടതില്ല.